ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിന് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ക്ഷേത്ര കമ്മിറ്റിയുടെ രക്ഷാധികാരിയായ ശ്രീ കെ പി അൻവരൻ, അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ടി ജയചന്ദ്രൻ, അതുപോലെ തന്നെ സെക്രട്ടറി രാമകൃഷ്ണൻ, കമ്മിറ്റി മെമ്പർമാരെ, പ്രിയ ഭക്തജനങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായൊരു മുഹൂർത്തമാണ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു പ്രവർത്തകനായി തുടർന്ന് ഏജൻസ് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വിവിധ ക്ലബുകളിൽ വോളിബോൾ താരമായി ജനങ്ങളുടെ മനസ്സിൽ ഏറെ അംഗീകാരം ലഭിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സുനിൽകുമാർ. ആ മികച്ച കളിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് പരിഗണിച്ചുകൊണ്ട് അതിന് അദ്ദേഹത്തിന് റെയിൽവേ സെക്യൂരിറ്റി ഫോഴ്സിന്റെ RPFന്റെ ഫോഴ്സിന്റെ ജോലി ലഭിക്കുകയും ആ ജോലി മറ്റെന്തായാലും അതിൽ പ്രാമുഖ്യം വഹിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ആ ജോലിയെ ശ്രദ്ധിച്ച് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ വർഷത്തെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് ഈ രംഗത്ത് കേരളത്തിൽ തന്നെ സുനിൽകുമാറിനാണ് ലഭിച്ചിട്ടുള്ളത്. അത് നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച ഈ വിശിഷ്ട സേവനം കഠിന പ്രയത്നത്തോട് തന്നെയാണ് സുനിൽകുമാർ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അത് എനിക്ക് ചെറുപ്പകാലം മുതലേ ഏറെ ഉപകാരപ്രദമായ ഒരു കാര്യം അറിയുകയുണ്ട്. റെയിൽവേ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ റെയിൽവേ ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ അറിയിച്ചു കഴിഞ്ഞാൽ അത് വെല്ലുവിളിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ അനുഭവം സാധിച്ചു പറയുകയാണ്. പല പ്രാവശ്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല ഉപദേശങ്ങൾ നൽകി നിയമമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടതിന് മാത്രം നല്ല ഉപദേശങ്ങൾ നൽകി കൃത്യമായി നമുക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നത് യാഥാർത്ഥ്യമാണ്. അതുമാത്രമല്ല, നമ്മുടെ പ്രദേശത്ത് വിവാഹമായാലും അതുപോലെ ബന്ധു ചടങ്ങുകളായാലും അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്ന സമയത്ത് പോലും ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി അദ്ദേഹം ഇടപെടൽ നടത്തുന്നതും ഈ പ്രദേശത്തെ ആളുകളൊക്കെ നന്നായി അറിയാം. അദ്ദേഹം ഇവിടെ വരികയും ഒരു ഉദ്യോഗസ്ഥനായിട്ട് പോലും ആഭ്യന്തര പോലും നമ്മുടെ കല്യാണങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഏറ്റവും കാണുന്നത് ഈ ഭക്ഷണം വെക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും. മുഖ്യമന്ത്രിയാണ്, അതുപോലെ തന്നെ ഒരു സാധാരണക്കാരനെ പോലെ എല്ലാ സ്ഥലത്തും നടക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യാനായിട്ടുള്ളത് നമുക്കൊക്കെ കാണാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ല അംഗീകാരമാണ്. രാഷ്ട്രപതിയുടെ
രാമചന്ദ്രൻ ജയൻ അധികരിക്കുന്ന വഴി ശ്രീ തിരുവാതിര അടുത്തത് ഒന്നാള കഴിയുകയാണ്. അത് ശ്രീ പ്രജിത്ത് സുരാജ് അത് സ്വീകരിക്കുന്ന വഴി ശ്രീ സുകുമാരൻ. ഈ ഉത്സവമായ